ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണി അമ്മയോടായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ വരുണുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം. എനിക്ക് ഒരിക്കലും തന്നെ വരുണിനെ ഭർത്താവായിട്ട് സങ്കല്പിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തകളുണ്ടെന്ന് അമ്മ വിചാരിക്കേണ്ട. അതുകൊണ്ട് മാത്രമൊന്നുമല്ല, എനിക്ക് വരുണിനെ ഇനി അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല അമ്മേ, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം അമ്മ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ കൺമണി വിഷമത്തോടു കൂടി പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് കൃഷിൻ്റെ വീട്ടിലാണ്. സാഗറും അതുപോലെ സുജാതയും കൂടിയിട്ട് കൃഷിൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. കാരണം എത്ര പേരെ വിളിക്കണം, എത്രയും പെട്ടെന്ന് നടത്തണം എന്ന രീതിയിലൊക്കെ പറയാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ നിൻ്റെ അഭിപ്രായം? നിനക്ക് എത്ര പേരെ വിളിക്കണം, ഏത് മണ്ഡപം ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സാഗർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അഭിപ്രായം കൂടി ഞങ്ങൾക്ക് അറിയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കൃപമോൾക്ക് ഏറ്റവും വലിയ സന്തോഷമാവും നിൻ്റെ വിവാഹം. അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണത്. എത്രയും പെട്ടെന്ന് നടക്കുമ്പോൾ അവൾ മുന്നിൽ തന്നെ കൊണ്ടുപോയി ഇരുത്തണം എന്നൊക്കെ സാഗറും അതും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട്, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട്. എന്താ നീ പറഞ്ഞത് എന്ന് ചോദിച്ച് സാഗർ ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഈ കല്യാണത്തിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. ഞാൻ മുൻപേ പറഞ്ഞിട്ടില്ലേ എനിക്ക് മാനസയെ ഇഷ്ടമല്ല എന്നുള്ളത്, എല്ലാവർക്കും അറിയുന്നല്ലേ. അത് കരുതിയിട്ട് നിന്നോട് ഞാൻ അന്നേ ചോദിച്ചതല്ലേ, നീ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. അതൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. എനിക്കിഷ്ടമല്ല, അവളുമായിട്ടുള്ള ഒരു കല്യാണത്തിന് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നൊക്കെ കൃഷ് സാഗറിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, നീ ഒന്നും വിചാരിക്കണ്ട, ഞങ്ങൾ കൊടുത്ത വാക്കൊക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും സുജാത പറയുന്നുണ്ട്, സാഗർ വിഷമിക്കേണ്ട, ഞാൻ അവനോട് ചോദിക്കട്ടെ എന്താണ് അവൻ്റെ പ്രശ്നം എന്നൊക്കെ. സുജു, നീ കണ്ടില്ലേ, ഇവൻ പറയുന്നത് നീ കേട്ടില്ലേ? ഇതൊക്കെ അവസാന നിമിഷത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എന്നുള്ളത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ സുജാതെ എന്നൊക്കെ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് ഭാര്യയായിട്ട് മാനസിക ബോധിപ്പിച്ചില്ല എന്നൊക്കെ പറയാണ്. നീ അവസാനം ഇങ്ങനെയൊന്നും വാക്ക് മാറ്റാൻ നിൽക്കരുത് കൃഷി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും മോനെ നീ അകത്ത് പോ, ഞാൻ അവനോട് സംസാരിക്കാം, സാഗർ ഇവിടെ ഇരിക്കും. സുജി, അവൻ പറയുന്നത് നീ കേട്ടില്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് നീ കണ്ടോ? നമ്മൾ വാക്ക് കൊടുത്തത് ഇല്ലാണ്ടായി പോവില്ലേ ഇങ്ങനെയൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയണോ. അപ്പോഴത്തേനും ഞാൻ അവനോട് പോയി സംസാരിച്ചിട്ട് വരാം സാഗർ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം വീട് കാണിക്കുന്നത് കൺമണിയുടെ വീട്ടിലാണ്. അച്ഛനാണെങ്കിലോ കൺമണിയുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞത് മുതൽ എന്നെ വിഷമമാണ്. കാരണം വരുണുമായിട്ടുള്ള കല്യാണം തനിക്ക് വേണ്ട. എന്തിനാണ് തൻ്റെ മകളെ ഇങ്ങനൊരു വലിയൊരു അപകടത്തിലേക്ക് പറഞ്ഞയക്കുന്നത്? അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് അവൾ ജീവിക്കട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ അച്ഛൻ എപ്പോഴും മുന്നോട്ട് വരുന്നത്. അങ്ങനെ മനോജിനോട് ചെന്ന് പറയുന്നുണ്ട്, മോനെ വരുണുമായിട്ടുള്ള കല്യാണം വേണോ നമുക്ക് എന്ന് ചോദിക്കുകയാണ്. അതെന്താ അച്ഛാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അല്ല, കൺമണിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു, എന്തിനാ വെറുതെ നടത്തുന്നത്? അവളെന്താ പറഞ്ഞു അങ്ങനെ? അവൾ പറയണമെന്നില്ലല്ലോ മോനെ. ഓരോരുത്തരുടെ മനസ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കില്ലേ? വേണ്ടാന്ന് വെക്കാം, പക്ഷേ 10 ലക്ഷം രൂപയും 101 പവനും തിരിച്ചു കൊടുക്കാൻ അച്ഛനെ കൊണ്ട് സാധിക്കുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കൺമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 10 ലക്ഷം രൂപയോ? വരുണിൻ്റെ എടുത്തുനിന്ന് എന്തിനാണ് ഏട്ടാ 10 ലക്ഷം രൂപ വാങ്ങിയത്? പിന്നെ അല്ലാതെ ബലറാം സാറിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ വരുണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ എനിക്ക് നാണക്കേടുണ്ടടി എന്ന രീതിയിലൊക്കെ കൺമണിയോട് സംസാരിക്കുന്നുണ്ട്. അനിയത്തിയുടെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥ വരെ നിൻ്റെ ഈ ഏട്ടന് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ മതി. അല്ലാത്ത പക്ഷം നീ എത്രയും പെട്ടെന്ന് കല്യാണത്തിന് തയ്യാറായിക്കോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് മനോജ്. അതിനുശേഷം തന്നെ നമ്മുടെ കൃഷിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. സുജുവും അതുപോലെ തന്നെ കൃഷും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, കൃഷ്ണനോട് കുറേ കാര്യങ്ങൾ സുജാത സംസാരിക്കുന്നുണ്ട്. മോനെ, വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പെൺകുട്ടിയുടെ മനസ്സിൽ എത്രമാത്രം നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവസാന നിമിഷത്തിൽ വാക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടെന്നും ആ ഒരു മാനസിക എത്ര അപമാനമാവും അവരുടെ വീട്ടുകാർക്കും. അഥവാ അവൾ എന്തെങ്കിലും കടുകൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും നമുക്കത് സഹിക്കാൻ സാധിക്കും മോനെ എന്നൊക്കെ സുജാത ചോദിക്കാട്ട് ചെയ്യുന്നത്. അമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ആദ്യമേ അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ളത്? പക്ഷെ എല്ലാവരും കൂടി അതിന് സമ്മതിപ്പിച്ചു എന്നെ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച് മാരേജൊക്കെ ആണെങ്കിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം തന്നെ മാറുമെന്നല്ലേ വിചാരിക്കുക. അതുകൊണ്ടല്ലേ മോനെ ഇങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് അമ്മേ. കാരണം അവളുമായിട്ട് എനിക്ക് ഒരിക്കലും തന്നെ നിന്ന് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല.
കാരണം അവളുടെ പെരുമാറ്റവും രീതികളും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭാര്യയായിട്ട് എനിക്ക് അവളെ സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. മോനെ, നമ്മുടെ കൃപമോൾക്കാണ് ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താവും ചെയ്യുക? പെട്ടെന്ന് തന്നെ വാക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല മോനെ. മോൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് സുജാത കൃഷ്ണനെ കൊണ്ട് അത് സമ്മതിപ്പിക്കുകയാട്ടോ ചെയ്യുന്നത്. കൃഷാണെങ്കിലോ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട അമ്മേ, നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ സമ്മതിക്കാം. മോൻ എനിക്ക് വേണ്ടി സമ്മതിക്കേണ്ട മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. സാരമില്ല അമ്മേ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ് അങ്ങനെ പറയുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് സുജാതയ്ക്ക്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൺമണിയെയാണ് കേട്ടോ. കൺമണിക്ക് നമ്മുടെ ഗോകുൽ വന്നതിന് ശേഷം അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പയ്ക്ക് കല്യാണം വേണ്ടാന്ന് പറയപ്പേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം മുടക്ക്, അച്ഛനും അമ്മയെ പോലെ ആയല്ലോ. 10 ലക്ഷം രൂപ വരുണിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയപ്പോൾ ആ കടം കൂടി അപ്പയ്ക്ക് വീട്ടാനായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാടാ, ഒരു രക്ഷയൊന്നുമില്ല. കാരണം വരുണുമായിട്ട് ജീവിക്കാൻ എനിക്ക് ഒരു ഇഷ്ടവുമില്ല. പക്ഷേ എൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ എനിക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ആരെയും പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല മോനെ. ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ നമ്മുടെ ആഗ്രഹത്തിനൊന്നും ഒരു വിലയില്ല. അപ്പം ഒരു കാര്യം ചെയ്യും, ഈ കല്യാണം മുടക്കാൻ ഏറ്റവും വലിയ വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിനെ അപ്പയ്ക്ക് ഇഷ്ടമാണെന്നുള്ളത് അച്ഛനോട് അത് തുറന്ന് പറഞ്ഞേക്ക്. പിന്നെ ക്രിസ്താറ് കെട്ടിയ ഈ താലിയെക്കുറിച്ചും സംസാരിക്കുക. എങ്കിലും ഒരിക്കലും തന്നെ ഇവർക്ക് പുറത്തൊന്നും പറയാൻ സാധിക്കില്ല. പൈസയല്ലേ, അതൊക്കെ എങ്ങനെയെങ്കിലും അവരുണ്ടാക്കി കൊടുത്തോളും. അപ്പം അതിൽ ബലിയാടാവേണ്ട യാതൊരു തര കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഗോകുൽ കൺമണിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല. അച്ഛൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ടാണ് എനിക്കൊന്നും പറയാനും സാധിക്കില്ല. എന്തെങ്കിലും ആവട്ടെ, എൻ്റെ വിധി ഇതായിരിക്കും. അപ്പോൾ അല്ലാതെ എന്താ ഞാൻ ഇതിൽ കൂടുതൽ പറയുക എന്നൊക്കെ കൺമണി ഗോകുലിനോട് പറയുന്നുണ്ട്. അപ്പം എന്ത് പറഞ്ഞാലും മെഡലി കല്യാണം എങ്ങനെയെങ്കിലും ഞാൻ മുടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട മോനെ, അതൊന്നും ചെയ്യേണ്ട. അപ്പം ഉണ്ടാണ്ടിരിക്കുക, അപ്പയുടെ സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അമ്മായിമാരെ കാണിക്കുന്നുണ്ട്. ധനലക്ഷ്മി ആണെങ്കിൽ ഒരു അമ്മായിയുടെ വാളയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അമ്മായിമാരെ സോപ്പിട്ട് നിർത്താനാണ് ധനലക്ഷ്മി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയുടെ കല്യാണം നടത്തണം. താൻ ആ സ്വത്തും അതുപോലെ പണവും എല്ലാ സ്വർണ്ണങ്ങളും തൻ്റെ അടുത്ത് തന്നെ വന്നെത്തണം. അതിന് അമ്മായിമാരും തനിക്ക് കൂട്ടായി നിൽക്കണം. അമ്മായിമാർ വേറിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കില്ല. തൻ്റെ വഴിക്ക് തന്നെ അമ്മായിമാരെ കൊണ്ടുവരണം എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ധനലക്ഷ്മി. അപ്പോഴത്തേന് അമ്മായിമ്മയ്ക്ക് ആ വള എടുത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ധനലക്ഷ്മി, നീ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? പിന്നല്ലാണ്ട് ഞാൻ നിങ്ങളോട് ചെയ്തതൊക്കെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇനി മേലാൽ അങ്ങനെയൊന്നും ആവർത്തിക്കില്ല. ഇനി എല്ലാവർക്കും നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നിട്ടുള്ള എല്ലാ സ്വർണ്ണങ്ങളും ഞാൻ തിരിച്ചെടുത്ത് തരും. നിങ്ങൾക്ക് ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ തരും. ഒരിക്കലും തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാൻ ഇനി വേണ്ടെന്ന് വെക്കില്ല. ഇനി ആരും കാശ് തരേണ്ട കാര്യമൊന്നുമില്ല. ഞാനല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പൈസയൊക്കെ അല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ തിരിച്ചു തരും എന്ന രീതിയിലൊക്കെ പറയാം. നിങ്ങൾ തിരിച്ചൊന്നും തരാൻ നിൽക്കേണ്ട, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി എന്ന രീതിയിലൊക്കെ ധനലക്ഷ്മി അമ്മായിമാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് അവിടെ ഗൂഗിളിൽ നിൽക്കാട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്ലാനിങ്ങില്ലേ, അമ്മായിമാരെ കൈക്കലാക്കാനുള്ള പരിപാടിയാണ് അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്.